വെറും കാഴ്ചക്കാരായി പമ്പയിലെ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കില്ലെന്ന് മലയരയ മഹാസഭ. മലയരയ സമൂഹത്തിൽ നിന്ന് കവർന്നെടുത്ത അവകാശങ്ങൾ തിരിച്ചു നൽകണം, പൊന്നമ്പലമേട്ടിൽ ദീപം തെളിയിക്കാൻ അനുവദിക്കണം. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അഭിപ്രായം പറയാനുമുള്ള വേദി അയ്യപ്പ സംഗമത്തിലുണ്ട് എങ്കിൽ മാത്രമേ പങ്കെടുക്കൂ എന്ന് മലയരയ മഹാസഭ ജനറൽ സെക്രട്ടറി PK സജീവ് വ്യക്തമാക്കി. സെപ്റ്റംബർ മാസം നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ മലയരയ സമുദായത്തിന്റെ നഷ്ടപ്പെട്ടു പോയ അവകാശങ്ങൾ ചർച്ച ചെയ്യുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിൽ മലയരയ സമുദായം പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ അഭിപ്രായം പറയുവാൻ കഴിയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരിക്കണം. സമുദായത്തിന്റെ അവകാശങ്ങൾ ചർച്ച ചെയ്യുവാനുള്ള സമയം സമുദായത്തിന് അനുവദിച്ചു തരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സമുദായം അവിടെ പങ്കെടുത്തത് കൊണ്ട് കാര്യമുള്ളൂ. അല്ലാതെ കേവലം കാഴ്ചക്കാരായി സമുദായത്തിലെ പ്രതിനിധികളോ ഭാരവാഹികളോ അവിടെ പങ്കെടുക്കുന്നത് കൊണ്ട് അർത്ഥമില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, അയ്യപ്പ ഭക്ത സംഗമത്തിൽ വെറും കാഴ്ചക്കാരായി പങ്കെടുക്കില്ല എന്നാണ് മലയരയ മഹാസഭ വ്യക്തമാക്കുന്നത്. അതിനു പകരം മലയരയ സമൂഹത്തിൽ നിന്ന് കവർന്നെടുത്ത അവകാശങ്ങൾ തിരിച്ചു നൽകണം, അത് സംസാരിക്കുന്നതിനായി ഒരു വേദി ഉണ്ടെങ്കിൽ മാത്രമേ ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കൂ എന്നാണ് അവർ നിലപാട് വ്യക്തമാക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അവർ കൂട്ടിച്ചേർക്കുന്നത്? തീർച്ചയായും മലയരയ മഹാസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK സജീവിൻ്റെ ആ വാക്കുകൾ തന്നെയാണ് ഏറ്റവും പ്രസക്തമായുള്ളത്. വെറും കാഴ്ചക്കാരായി, കേവലം കാഴ്ചക്കാരായി ഈ സംഗമത്തിൽ പങ്കെടുത്തിട്ട് എന്തു കാര്യം എന്നുള്ള ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണ് ഈ സഭ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ് സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടുമുള്ളത്. കാരണം കാലങ്ങളായി ഇവർ ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ്. അതായത് ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്തിയ ആ ആദ്യഘട്ടത്തിൽ കൃത്യമായി തന്നെ തങ്ങളോട് കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു സംഗമത്തിന്റെ സ്വാഗത സംഘ രൂപീകരണത്തിലേക്ക് പ്രതിനിധി അയക്കണം പ്രതിനിധി അയക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം യാതൊരു തരത്തിലുള്ള ഒരു ഇടപെടലും യാതൊരു തരത്തിലുള്ള ഒരു വിവരങ്ങളും ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ അയ്യപ്പ ഭക്ത സംഘവുമായി സർക്കാരും ദേവസ്വം ബോർഡും മുന്നോട്ട് പോകുമ്പോൾ തങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ ചില കാര്യങ്ങളുണ്ട്. അത് കാലങ്ങളായി തങ്ങൾ പറയുന്ന കാര്യങ്ങളാണ്, അക്കമിട്ട് നിരത്തുന്ന കാര്യങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തങ്ങളിൽ നിന്നും കവർന്നെടുത്ത ആ പഴയ അധികാരങ്ങൾ, ആചാരങ്ങൾ അത് തിരികെ തരണമെന്നുള്ള ഏറ്റവും കൃത്യമായുള്ള ഒരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇത് തുറന്നു പറയാൻ ഒരു വേദി തന്നില്ല എങ്കിൽ, കൃത്യമായി തന്നെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തില്ല എങ്കിൽ പിന്നെ ഈ അയ്യപ്പ സംഗമത്തിൽ ഒരു കാരണവശാലും പിന്നെ പങ്കെടുക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സംഘടന എത്തി എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ പറയുന്നത്. അതിൽ കൃത്യമായി തന്നെ അദ്ദേഹം ആണയിട്ട് ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഏറ്റവും വലിയൊരു വിമർശനം എന്നത് വെറുതെ എന്തിനാണ് ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നത്, കാഴ്ചക്കാരായി പങ്കെടുക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രസക്തമായുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയൊരു വിമർശനം ഇപ്പോൾ മലയരയ മഹാസഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുകയാണ്. നമുക്കറിയാം ഓരോ ഹൈന്ദവ സംഘടനകളും അതോടൊപ്പം തന്നെ പന്തളം കൊട്ടാരമടക്കം ഈ വിഷയത്തിൽ എടുത്ത നിലപാടുകൾ, ആ നിലപാടിനൊപ്പം തന്നെയാണ് ഇപ്പോൾ മലയരയ മഹാസഭ കൂടി തങ്ങളുടെ നിലപാട് കൃത്യമായി തന്നെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിലേക്ക് കൃത്യമായി തന്നെ അവർ വ്യക്തമാക്കുകയും ചെയ്തത്. രോഹിണി, ശരി, അരുൺ കൊടുങ്ങൂറാണ് വിവരങ്ങൾ നൽകിയത്.